നമഃ. ഏവർക്കും പ്രണാമം. നമുക്ക് ശ്രീ വാൽമീകി രാമായണത്തിലേക്ക് തന്നെ മടങ്ങാം. വിഭീഷണൻ്റെ ഉപദേശം സേവകനായ പ്രഹസ്തന് ഇഷ്ടപ്പെട്ടില്ല. പെട്ടെന്ന് ഇങ്ങനെ പറഞ്ഞു: ഒരുവനിൽ നിന്ന് നമുക്ക് ഒരു തരത്തിലുള്ള ഭയത്തിനും വഴി ഞാൻ കാണുന്നില്ല. ദേവന്മാരോ അസുരന്മാരോ മഹോരകങ്ങളോ ഗന്ധർവ യക്ഷ ഖഗേന്ദ്ര സമൂഹങ്ങളോ എതിർത്താലും ഭയപ്പെടേണ്ട ആവശ്യമില്ല. അങ്ങനെയിരിക്കെ ആ രാമനിൽ നിന്ന് യുദ്ധത്തിൽ എങ്ങനെ നമുക്ക് ഭയമുണ്ടാകും? അഗ്രജൻ്റെ അഭിവൃദ്ധി ആഗ്രഹിക്കുന്ന വിഭീഷണന് പ്രഹസ്തവാക്കുകൾ അനിഷ്ടതമാണെന്ന് തികച്ചും അറിയാം. ധർമാർത്ഥ കാമ തത്വങ്ങളെ നല്ലപോലെ മനസ്സിലാക്കിയ അദ്ദേഹം മഹത്തായ അർത്ഥങ്ങൾ ഉൾക്കൊള്ളുന്ന സംഭാഷണം വീണ്ടും തുടർന്നു. പ്രഹസ്ത, അങ്ങയും എൻ്റെ സഹോദരൻ കുംഭകർണനും മഹാരാജാവും മഹോദരനും അനായാസമായി പറഞ്ഞതുപോലെ രാമനെ നേരിടുക സുസാധ്യമല്ല. അധർമ്മകർമ്മങ്ങൾ അനുസ്യൂതമായി ചെയ്യുന്ന ഒരുവന് ഇന്ദ്രഭവനത്തിൽ എത്തുവാൻ സാധിക്കുമോ? ഹേ പ്രഹസ്ത, അങ്ങേക്കോ എനിക്കോ അസുരന്മാർ എല്ലാവർക്കുമോ അചിന്ത്യ പ്രഭാവമാർന്ന രാമനെ എതിർക്കുവാൻ സാധിക്കുമെന്ന് തോന്നുന്നത് ദുസ്തരമായ സമുദ്രത്തെ തരണം ചെയ്യുവാനുള്ള ആശ പോലെയാണ്. ധർമ്മരക്ഷയെ മാത്രം ജീവിത ലക്ഷ്യമായി കരുതുന്നവൻ മഹാരഥന്മാരിൽ അദ്വിതീയൻ, ഇക്ഷ്വാകു വംശതിലകനായ നരപാലകൻ, അത്രമാത്രം ശക്തനായ രാമൻ നേരിട്ടാൽ ദേവന്മാർ കൂടി അന്ധരായി തീരും. പ്രഹസ്ത, അങ്ങ് ഇത്രയും ആത്മപ്രശംസ ചെയ്യുവാൻ കാരണം കഴുകത്തൂവൽ വച്ച അത്യധികം മൂർച്ചയുള്ള ഏതൊന്നിനും തടുക്കുവാൻ കഴിയാത്ത രാമശരം കാണാത്തതിനാൽ, അങ്ങയുടെ ശരീരം പിളർക്കാത്തതിനാൽ മാത്രം. രഘുപതിയുടെ കൂരമ്പുകൾ ഏതു ജീവനെയും പറപ്പിക്കുന്ന അശനിപാതങ്ങൾ അങ്ങയുടെ ദേഹത്തെ മുറിക്കാത്തതിനാൽ മാത്രമാണ് മേനി പറയുന്നത്. അസുരവരനായ പ്രഹസ്ത, ത്രിലോകാധിപനും അമേയശക്തനുമായ രാക്ഷസ ചക്രവർത്തിയും ഊർജസ്വിയുമായ ത്രിശിരസും മഹാഗിരി പോലെ അചഞ്ചലനായ ഈ കുംഭകർണനും ആത്മജനായ നികുംഭനും ദേവേന്ദ്രനെ വെന്ന മേഘനാഥനും അങ്ങും ഒന്നിച്ചു ചേർന്ന് നിന്നാൽ പോലും അമരനാഥ തുല്യനായ രാമനോട് നേരിട്ട് നിന്ന് യുദ്ധം ചെയ്യുവാൻ പോരാ. ദേവാന്തകൻ, നരാന്തകൻ, ഉജ്ജ്വല പരാക്രമിയും മഹാരഥനുമായ അതികായൻ, മാമല പോലെ കരുത്തുള്ള അകമ്പനൻ ഇവരൊന്നും കാകുത്സ്ഥന്റെ നേരിട്ട് നിന്ന് യുദ്ധം ചെയ്യുവാൻ ശക്തരല്ല. സ്വതവേ തന്നെ കടുത്തവൻ, പലതരത്തിലുള്ള വ്യസനങ്ങളും ഏറ്റവൻ, ആലോചിക്കാതെ എന്നും ചെയ്യുന്നവൻ, ഈ രാക്ഷസ പെരുമാളിൻ്റെ മിത്രങ്ങളാണെന്ന് നടിക്കുന്ന നിങ്ങൾ യഥാർത്ഥത്തിൽ അമിത്ര തുല്യരാണ്. കുലം തന്നെ മുടിക്കുന്ന സേവയാണ് നിങ്ങളുടേത്. പ്രഹസ്ത, ആയിരം പത്തികൾ, അറ്റമില്ലാത്ത ഉടലുകൾ ഇവയൊത്ത അതിഘോരനായൊരു സർപ്പം നമ്മുടെ തമ്പുരാനെ ശക്തിയിൽ ചുറ്റിക്കഴിഞ്ഞു. അതിൽ നിന്ന് എങ്ങനെയെങ്കിലും രക്ഷിക്കുകയാണ് നിങ്ങൾ ചെയ്യേണ്ടത്. ആഗ്രഹങ്ങളെല്ലാം സാധിച്ച സഖാക്കൾ എല്ലാവരും ഒത്തുചേർന്ന് കേശഗ്രഹണം ചെയ്തും അത്യുഗ്ര ഭൂതബാധിതനായ രാജാവിനെ രക്ഷിക്കേണ്ടതാണ്. അപാരമായ ഒരു സാഗരമാണ് രഘുവംശം. അതിലെ ബടവാഗ്നിയാണ് രാമൻ. അതിലാണ് നമ്മുടെ തമ്പുരാൻ പതിക്കാൻ തുടങ്ങുന്നത്. ഭവാന്മാർ എല്ലാവരും കൂടി എങ്ങനെയെങ്കിലും രക്ഷിക്കണം. രാക്ഷസ വംശപാലിതമായ ലങ്കാപുരിക്കും സുഹൃത്ബന്ധു സഹിതനായ നരപതിക്കും സുഖദായകമായത് ഞാൻ പറയുന്നതാണ്. ദശരഥ മഹാരാജപുത്രന് ധർമ്മപത്നിയെ കൊണ്ടുപോയി സമർപ്പിക്കൂ. ശത്രുവിൻ്റെ ബലം, സ്വന്തമായ ശക്തി, സ്ഥാനം, അഭിവൃദ്ധി, ക്ഷയകാരണം ഇവയെല്ലാം നല്ല പോലെ ആലോചിച്ച് സുഹൃതം സ്വാമിക്ക് ഹിതമായിട്ടുള്ളത് ചെയ്യുകയാണ് ഉത്തമനായൊരു അമാത്യൻ്റെ കർത്തവ്യം. സാക്ഷാൽ ബൃഹസ്പതിക്ക് തുല്യം ബുദ്ധിശക്തിയും വിജ്ഞാനവുമുള്ള വിഭീഷണന്റെ വാക്കുകൾ എല്ലാവരും സശ്രദ്ധം കേട്ടു. ആയോധന പടുവും രാജസദസ്യരിൽ വെച്ച് മുമ്പനുമായ ഇന്ദ്രജിത്താണ് തുടർന്ന് പറഞ്ഞത്: അച്ഛൻ്റെ അനുജൻ ഭയതരളിതനായി എന്തൊക്കെയോ കുറെ ജൽപ്പിച്ചുവല്ലോ. നമ്മുടെ വംശത്തിൻ്റെ മാഹാത്മ്യമെന്ത്? ഈ വംശത്തിൽ ജനിച്ച ഒരാളും ഇത്തരത്തിലൊന്ന് പറയുകയോ വിചാരിക്കുക പോലുമോ ചെയ്യുമോ? വീര്യം, ശക്തി, പരാക്രമം, ധൈര്യം, തേജസ് ഇവയൊന്നും അല്പം പോലുമില്ലാത്ത ഒരാൾ ഈ വംശത്തിലുണ്ട്. അച്ഛൻ്റെ അനുജൻ വിഭീഷണൻ, മഹാഭീരുവായ ഇളയച്ച, അങ്ങ് ഇത്തരത്തിൽ ഭീഷണവാക്കുകൾ പറയുന്നുവല്ലോ. നമ്മേക്കാൾ നിസ്സാരനായൊരു രാക്ഷസൻ പോയാൽ മതി ആ രാജാവിൻ്റെ മക്കളെ നിഗ്രഹിക്കുവാൻ. നമ്മുടെ നേരിട്ട് നിന്ന് യുദ്ധം ചെയ്യുവാനുള്ള കെൽപ്പ് ആ നരന്മാർക്കുണ്ടോ? 3 ലോകത്തിൻ്റെയും അധിപനാണെന്ന് അഭിമാനിക്കുന്ന അമരേന്ദ്രനെ അടിയറ പറയിച്ച് ഇവിടെ കൊണ്ടുവന്നിരുത്തിയവനാണ് ഈ ഞാൻ. പ്രാണനെ രക്ഷിക്കുവാനുള്ള വെമ്പലോടെയാണ് പേടിച്ചരണ്ട ദേവന്മാർ നാലുപാടും ഓടിയത്. അതിഭീരുവായ വിഭീഷണ,
ദയനീയ ശബ്ദത്തിൽ അലറത്തക്ക വിധം ഐരാവതത്തിനെ ഞാൻ വീഴ്ത്തി. മാത്രമല്ല അതിൻ്റെ കൊമ്പ് പറിച്ചെടുത്ത് ദേവസമൂഹത്തെ തച്ചാട്ടിയത് അങ്ങേക്ക് ഓർമ്മയില്ലേ? സുരവരന്മാരുടെ ഗർവടക്കി ദൈത്യശ്രേഷ്ഠന്മാർക്ക് ഏറ്റവും വ്യസനമുണ്ടാക്കി. അങ്ങനെയുള്ളവനാണ് ഈ ഞാൻ. കഷ്ടം, വെറും പാവങ്ങളായ 2 മനുഷ്യന്മാർ. അവർ നൃപകുമാരന്മാരായാൽ എന്ത്? അവരോട് എതിരിടുവാൻ അശക്തരാണ് ലങ്കാരാജ്യവാസികൾ എന്ന് വിചാരിക്കുന്നുവല്ലോ. അജയ്യനും ഊർജിതനും ഇന്ദ്രതുല്യനുമായ ഇന്ദ്രജിത്തിൻ്റെ വാക്കുകൾ കേട്ട വിഭീഷണൻ ആയുധമെടുത്തവരിൽ അഗ്രഗണ്യനായ രാക്ഷസേന്ദ്രൻ ഏറ്റവും പൊരുളടങ്ങിയതും ശാസ്ത്രവിഹിതവുമായി മറുപടി കൊടുത്തു. ഉണ്ണി, നിനക്ക് രാജ്യകാര്യങ്ങളിൽ തീർപ്പ് ചെയ്യുവാൻ കഴിവില്ല. നീ ഇപ്പോഴും പക്വബുദ്ധി എത്തിയിട്ടില്ലാത്തൊരു വെറും ബാലൻ. അതുകൊണ്ട് അർത്ഥമില്ലാതെ സ്വനാശമൂലമായി കുറെ പുലമ്പി എന്ന് മാത്രം. കുഞ്ഞെ, രാക്ഷസേശ്വരനായ രാവണന്റെ ആത്മജനെന്ന പേരിൽ സ്നേഹം നടിക്കുന്നൊരു ശത്രുവാണോ നീ? ഇന്ദ്രജിത്തെ, രാമനിൽ നിന്ന് അച്ഛന് നാശം സംഭവിക്കുമെന്ന് അറിവുള്ളതിനാൽ അതിനുവേണ്ടി ശ്രമിക്കുകയാണ് നീ എന്നുകൂടി തോന്നുന്നു. ദുഷ്ടബുദ്ധിയുള്ള നീ വധാർഹൻ കൂടിയാണ്. മാത്രമല്ല, ഇത്തരത്തിലുള്ള പ്രധാന കാര്യ ആലോചന സദസ്സിൽ നിന്നെപ്പോലെ ആലോചനാരഹിതന്മാരെ കൊണ്ടുവന്നവൻ നിന്ദ്യൻ തന്നെ. അതിസാഹസ സ്വഭാവമുള്ളൊരു കുട്ടിയെ മന്ത്രജ്ഞന്മാരുടെ സഭയിലേക്ക് ക്ഷണിച്ചുവല്ലോ. മഹാമൂഢനും യാതൊരു വിധത്തിലും പ്രഗത്ഭത ഇല്ലാത്തവനും വിനയമെന്താണെന്നറിയാത്തവനും ക്രൂരസ്വഭാവിയും അല്പബുദ്ധിയുള്ളവനും ദുരാത്മാവും മൂർഖനും അതിദുഷ്ടബുദ്ധിയുള്ളവനുമായ ഇന്ദ്രജിത്തെ, വെറും ബാലിശമായ വർത്തമാനമാണ് നീ ഇപ്പോൾ പുലമ്പിയത്. അചിന്ത്യമായ ബ്രഹ്മദണ്ഡിന് സദൃശമായതും അഗ്നിജ്വാല വമിക്കുന്ന കൃതാന്തരൂപമാർന്നതും യമദണ്ഡ് പോലെയുള്ളതുമാണ് രാമബാണം. അത് സഹിക്കുവാനുള്ള ശക്തി നിനക്കെന്നല്ല ആർക്കും തന്നെയില്ല. മഹാവിഘ്നനായ വിഭീഷണൻ രാവണനെ നോക്കി തുടർന്നു. പ്രഭോ രാക്ഷസേശ്വര, ദിവ്യരത്നങ്ങളോടും പട്ടാംബരങ്ങളോടും ഉത്തമ ആഭരണങ്ങളോടും കൂടി ജാനകി ദേവിയെ ശ്രീരാമന് സമർപ്പിച്ചാൽ ബന്ധുമിത്രാദികളോടുകൂടി സസുഖം നമുക്കിവിടെ വസിക്കാം. ഇങ്ങനെ ഹിതമായ വാക്കുകൾ വിഭീഷണൻ വെടുപ്പായി പറഞ്ഞു. എന്നാൽ കാലപ്രചോദിതനായ രാവണൻ പരുഷമായിട്ടാണ് മറുപടി തുടർന്നത്. ആത്മശത്രു ഒന്നിച്ചോ അത്യുഗ്രവിഷമുള്ള ക്രുദ്ധനാഗത്തിനോടൊന്നിച്ചോ അഹോരാത്രം വേണ്ടി വന്നാൽ താമസിക്കാം. എന്നാൽ മിത്രം എന്ന പേരിലുള്ള ശത്രുസ്നേഹിതനോടൊന്നിച്ച് വസിക്കരുത്. ഹേ രാക്ഷസ, ബന്ധുക്കളുടെ സ്വഭാവം എല്ലായിടത്തും ഉള്ളത് എനിക്കറിയാം. ഒരുവന് വ്യസനമെന്നാൽ മിത്രമാണെന്ന് നടിക്കുന്നവന് യഥാർത്ഥത്തിൽ സന്തോഷമാണ് ഉണ്ടാവുക. എടോ നക്തഞ്ചര, പ്രമുഖനും ശക്തനും ധർമ്മിഷ്ഠനും ശൂരനും വിഘ്നനുമായ ബന്ധുവിനെ ബഹുമാനിക്കുകയില്ലെന്ന് മാത്രമല്ല, അധംപതിപ്പിക്കുവാൻ ശ്രമിക്കുകയും ചെയ്യും. എല്ലായ്പ്പോഴും സ്നേഹം നടിക്കുന്നവൻ ആപത്തിൽ ദ്രോഹകൃത്യങ്ങളെയാണ് ചെയ്യുക. ഹൃദയം തുറന്നു കാണിക്കാത്തവർ ഘോരന്മാരായ ബന്ധുക്കളാണ്. അവരെ ഭയങ്കരന്മാരെന്ന് പറയാം. പത്മങ്ങൾ വികസിച്ചു നിൽക്കുന്നൊരു പൊയ്കയിൽ ഇറങ്ങിയ ആനകൾ കയറും കൊണ്ട് കരയ്ക്കെത്തിയ മനുഷ്യരെ കണ്ടപ്പോൾ ചൊല്ലിയ പദ്യങ്ങൾ കേട്ടിട്ടുണ്ട്. അവയുടെ അർത്ഥം ഞാൻ പറയാം, കേൾക്കൂ. ആളിക്കത്തുന്ന അഗ്നി, നിശിതങ്ങളായ ആയുധങ്ങൾ, ബലമുള്ള പാശം, ഇവയിൽ നിന്നൊന്നുമല്ല നമ്മൾ ഭയപ്പെടേണ്ടത്. സ്വാർത്ഥികളായ ക്രൂര ബന്ധുക്കളാണ് ആപത്തുണ്ടാക്കുന്നവർ. നമ്മളെ ബന്ധിക്കുവാനുള്ള മാർഗം പറഞ്ഞു കൊടുക്കുക അവരാണ്. ഗോക്കളിൽ ലക്ഷ്മി അധിവസിക്കുന്നു, വിപ്രനിൽ ധമം, തരുണികളിൽ ചാബല്യം, ബന്ധുക്കളിൽ ഭയവും. ശേഷം ചരിതം നമുക്ക് അടുത്ത ഭാഗത്തിലൂടെ കാണാം. ഗുരുപാദങ്ങളിൽ സാഷ്ടാംഗ പ്രണാമത്തോടെ നമസ്കാരം.